ഫാഷാൻതയം സ്ത്രീ ശാക്തീകരണത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീക്കു ഈ തരത്തിലുള്ള ആശയവിനിമയം രൂപപ്പെടുത്താൻ അധികാരം നൽകുന്നതു ആഴത്തിലുള്ള സ്വയംഭരണവും ആത്മവിശ്വാസവും വളർത്തുന്നു. വസ്ത്രം തിരഞ്ഞെടുക്കണം, അവൾ എങ്ങനെ അവതരിപ്പിക്കുന്നുവെന്നു നിർണയിക്കണം, അപ്പോൾ വസ്ത്രധാരണ പ്രസ്താവനകൾ നടത്തണമെന്നു എരുമ അണിക്കാൻ മുലക്കസേവ, സ്വയം പ്രകടിപ്പിക്കുന്നതിനും അവളുടെ സ്വയം പ്രതിച്ഛയയ്ക്കുമേൽ പൂർണ്ണ നിയന്ത്രണം നൽകുന്നതിനുമുള്ള സമാനതകളിലത ഒരു വെടി അവൾക്കു നൽകുന്നു. ശരിയായ വസ്ത്രധീനുതനെക്കുറിച്ചുള്ള ഒരു സ്ത്രീയുടെ ധാരണയെ പൂർണ്ണമായും മാറ്റാൻ കഴിയുമെന്നതിൽ ഫാഷന്റെ പരിവർത്തന ശക്തി പ്രത്യേകിച്ചും പ്രകടമാണ്. ഒരു സ്ത്രീയുടെ വ്യക്തിഗത ശൈലിയുമായി നന്നായി യോജിക്കുന്നതും പ്രശംസിക്കുന്നതും യോജിപ്പിക്കുന്നതുമായ ഒരു വസ്ത്രം അവളുടെ ആത്മ-അഭിമാനത്തിനു ഒരു തൽക്ഷണ ഉത്തേജനം നൽകും. ഇത് ഒരു കവചം ധരിക്കുന്നതിനു സമാനമാണ്. ശരിയായ സംഘം മറ്റുള്ളവർ അവളെ എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റുക മാത്രമല്ല, അവളുടെ സ്വയം വീക്ഷണത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. പലപ്പോഴും അവൾക്കു കൂടുതൽ ആത്മവിശ്വാസവും ദിവസം അന്തു കൊടുവന്നാലും നേരിടാൻ തയ്യാറാണെന്നു തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ഫാഷന്റെ ഈ പരിവർത്തനാത്മക പൻകുനജങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കുകയും മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മൊത്തത്തിലുള്ള 2-പീസ് വസ്ത്രങ്ങളും കാഷ്വാൽ വസ്ത്രങ്ങളും ഉൾപ്പെടുന്നജങ്ങളുടെ ഡിസൈൻ യുക്കളിലൂടെ സ്ത്രീകളെ ശക്തരും ആത്മവിശ്വാസമുള്ളവരും ക്ഷമാപണമില്ലാതെ സ്വയം തോന്നാൻ പ്രാപ്തരാക്കുക എന്നതാണ് നജങ്ങളുടെ ലക്ഷ്യം. ഓരോ തുന്നലും, ഓരോ സിലുവറ്റും, ഓരോ നിറവും തിരഞ്ഞെടുക്കുന്നതു ഓരോ സ്ത്രീയും തന്റെ ഏറ്റവും മികച്ചതായി തോന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഒരു സ്ത്രീ ജോലിസ്ഥലത്തു തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങൾ അവളുടെ പ്രൊഫഷണൽ ഐഡന്റിറ്റിയുടെ മൂലകല്ലായി വർത്തിക്കുകയും അവളുടെ ചഞ്ചലമായ സമർപ്പണവും അസാധാരണ കഴിവുകളും അവളുടെ സഹപ്രവർത്തകർക്കും കീഴുദ്യോഗസ്ഥർക്കും മേലുദ്യോഗസ്ഥർക്കും സൂക്ഷ്മമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. ഫാഷനും സ്ത്രീ ശാക്തീകരണവും തമ്മിലുള്ള ഈ കൂടിച്ചേരൽ, പ്രൊഫഷണൽ പരിതസ്ഥിതിയിൽ ആത്മവിശ്വാസത്തോടെ സംഗ്രഹിക്കുക സ്ത്രീകളെ പ്രാപ്തരാക്കുന്നു. സ്റ്റീരിയോടൈപ്പുകളെ വെല്ലുവിളിക്കുകയും ലിംഗസമത്വത്തിന്റെയും വിജയത്തിന്റെയും ഒരു സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മുദ്ര പതിപ്പിക്കുന്നു. സ്ത്രീകളെ പലപ്പോഴും നിയന്ത്രിത മാനദണ്ഡങ്ങൾക്കുള്ളിൽ പരിമിതപ്പെടുത്തുന്ന പരമ്പരാഗത സൗന്ദര്യ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കാനും പുനർനിർവചിക്കാനും ഫാഷൻ ഉപയോഗപ്പെടുത്താം. ശരീര ആകൃതികൾ, വലുപ്പങ്ങൾ, പ്രായം, വംശീയതകൾ എന്നിവയിൽ വൈവിധ്യം മനഃപൂർവ്വം സ്വീകരിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഫാഷൻ വ്യവസായത്തിനു സാമൂഹിക ധാരണകളെ സ്വാധീനിക്കാനും സൗന്ദര്യം എന്താണു അർത്ഥമാക്കുന്നതിനു പുനർനിർവചിക്കാനും കഴിയും. ഇത് സാമൂഹിക മനോഭാവങ്ങളിൽ ആഴത്തിലുള്ള മാറ്റത്തിനു കാരണമാകും. സ്ത്രീകളുടെ ഐഡന്റിറ്റികളുടെ വൈവിധ്യമാർന്ന പ്രതിനിധാനങ്ങളോടുള്ള സ്വീകാര്യതയും ആദരവും പ്രോത്സാഹിപ്പിക്കും.